BLM കേരള, തമിഴ്നാട്, പോണ്ടിച്ചേരി. കഴിഞ്ഞ കുറച്ച് നാളുകളായി ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ ജനസേവകനായി വളർന്നുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത്. പരിവാരങ്ങളും അകമ്പടിയുമായി AC കാറിൽ കയറി നടക്കുന്ന നേതാക്കൾ ഇന്ന് ഏറെയുണ്ട്. പക്ഷേ ഏതാനും ദിവസങ്ങളായി ഈ ആർഭാട ജീവിതത്തിൽ നിന്നെല്ലാം തന്നെ മാറി നിൽക്കുകയാണ് ഈ നേതാവ്. ഉമ്മൻചാണ്ടിയും VS അച്യുതാനന്ദനുമൊക്കെ ജനങ്ങൾക്കിടയിൽ ഇറങ്ങി പ്രവർത്തിച്ച് ജനമനസ്സുകളിൽ ഇടം നേടിയ പോലെ അവരുടെ പിന്തുടർച്ചക്കാരനാകാനാണ് ഈ നേതാവിന്റെ ശ്രമം എന്ന് വേണമെങ്കിൽ പറയാം. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP ആണ് ഈ കഠിന ശ്രമം നടത്തുന്ന വ്യക്തി. കഴിഞ്ഞ കുറച്ച് നാളുകളായി സോഷ്യൽ മീഡിയയും ചില ഓൺലൈൻ മീഡിയകളെല്ലാം തന്നെ KC വേണുഗോപാലിനെ ജനകീയ നേതാവാക്കാനുള്ള ശ്രമത്തിലാണ്. എന്നാൽ KC PR വർക്ക് തുടങ്ങി എന്നാണ് ഇപ്പോൾ ഉയർന്നു വരുന്ന മറ്റൊരു വിമർശനം. മറ്റൊന്ന്, KCയെ കമ്മ്യൂണിസ്റ്റ് നേതാവായ സഖാവ് VS അച്യുതാനന്ദനോട് ഉപമിക്കുന്നു എന്നതാണ് ഇതിലെ രാഷ്ട്രീയ വിരോധാഭാസം. ഇതുവരെ വാർത്തകളിൽ കടന്നുകൂടാൻ ആവേശം കാണിക്കാത്ത ഒരു രാഷ്ട്രീയ നേതാവായ KC എന്തുകൊണ്ട് പെട്ടെന്നൊരു ജനകീയനാകാൻ ശ്രമിക്കുന്നു എന്നതാണ് കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിലെ അടിയൊഴുക്ക് കാണിച്ചു തരുന്നത്. വരാനിരിക്കുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പാണ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഉപതെരഞ്ഞെടുപ്പ് രൂപത്തിലും തദ്ദേശ തെരഞ്ഞെടുപ്പ് രൂപത്തിലും കേരളം നിരവധി തെരഞ്ഞെടുപ്പുകൾക്ക് സാക്ഷ്യം വഹിച്ചിരുന്നു. അവിടെയെല്ലാം തെളിഞ്ഞു നിൽക്കുന്നത് കോൺഗ്രസിന്റെ മികച്ച ഭൂരിപക്ഷത്തോടെയുള്ള വിജയമായിരുന്നു. സ്വാഭാവികമായും വരുന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ഭരണത്തിലേറിയാൽ ആര് മുഖ്യമന്ത്രിയാകും എന്ന ചോദ്യം ഏറെ നിർണായകമാണ്. പ്രത്യേകിച്ചും VD സതീശൻ ഇലക്ഷൻ സ്ട്രാറ്റജിസ്റ്റും മികച്ച ടീം മാനേജറുമായി നിൽക്കുന്ന സാഹചര്യത്തിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് അദ്ദേഹം പരിഗണിക്കപ്പെടാം. മറ്റൊന്ന്, മുൻ പ്രതിപക്ഷ നേതാവായ രമേശ് ചെന്നിത്തലയാണ്. നേതൃപാഠവും വിമർശന പാഠവും അനുഭവ സമ്പത്തുമുള്ള മുതിർന്ന നേതാവാണ് അദ്ദേഹം. മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ള തർക്കത്തിൽ അദ്ദേഹം ഇടം പിടിക്കാൻ സാധ്യത ഏറെയാണ്. സാധ്യതാ ലിസ്റ്റിലുള്ള അടുത്ത നേതാവ് KC വേണുഗോപാലാണ്. ദേശീയ നേതാവായതുകൊണ്ട് തന്നെ ഹൈക്കമാൻഡ് KCക്കൊപ്പം ഉണ്ടാകുമെന്ന ഉറപ്പിലാണ് അദ്ദേഹമെന്നാണ് ഒരു പക്ഷത്തിന്റെ വാദം. എന്നാൽ കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഒന്നുകൂടി ഇറങ്ങി ചെല്ലേണ്ടതുണ്ട് എന്ന യാഥാർത്ഥ്യം ഒരുപക്ഷെ മനസ്സിലാക്കിയതുകൊണ്ടാകാം PR ഇത്ര കേമമായി നടക്കുന്നതെന്നാണ് മറ്റൊരു പക്ഷത്തിന്റെ വാദം. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി തന്നെ മറ്റ് നേതാക്കളെക്കാൾ ഒരു മുഴ മുൻപേ തന്നെ KC പണി തുടങ്ങിക്കഴിഞ്ഞു എന്ന് സാരം. എന്റെയും BLM-ന്റെയും ക്രിസ്മസ് പുതുവർഷ ആശംസകൾ.